നമസ്കാരം. വെട്ട ന്യൂസ് ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം. പവൻ ഗോൾ തിരൂർ. തിരൂർ BP അങ്ങാടി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കഴിഞ്ഞ ദിവസം നടന്ന വിദ്യാർത്ഥികളുടെ പ്രതിഷേധ സമരത്തിൽ കുട്ടികളെ രാഷ്ട്രീയ മുതലെടുപ്പിനായി ഉപയോഗിക്കാൻ ബാഹ്യ സംഘടന ഇടപെട്ടിട്ടുണ്ടോ എന്ന് സംശയമുണ്ടെന്നും ഇതേക്കുറിച്ച് സർക്കാർ അന്വേഷിക്കണമെന്നും PTA പ്രസിഡന്റ് MP മുഹമ്മദ് കോയ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, താഴെപ്പാലം, തിരൂർ. 2018 സർക്കാർ സ്കൂൾ കെട്ടിട നിർമ്മാണത്തിന് പ്രഖ്യാപിച്ച കിഫ്ബി ഫണ്ട് ചെലവഴിക്കാതെ കിടന്നതാണ് സ്കൂളിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാന കാരണമെന്ന് PTA ജില്ലാ പഞ്ചായത്ത് അംഗം E. അഫ്സലാണ് സമരക്കാരായ കുട്ടികൾക്കൊപ്പം തിരുവനന്തപുരത്ത് മന്ത്രിയെ കാണാൻ പോയത്. കുറച്ചു മുൻപേ ഇതുപോലെ ഇടപെട്ട് സ്വന്തം ഡിവിഷനിലേക്കുള്ള ഫണ്ട് കൊണ്ടുവന്ന് കൈകാര്യങ്ങൾ ചെയ്യുകയായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഈ സംഭവം ഉണ്ടാകില്ലായിരുന്നു. അതിൽ ആർക്കൊക്കെ പങ്കുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് സർക്കാർ വിശദമായ അന്വേഷണം നടത്തണം. കാരണം കുട്ടികളെ രാഷ്ട്രീയമായി ഉപയോഗിക്കുക എന്നുള്ളത് ബാലിശമായ ഒരു ഏർപ്പാടാണ്. നമ്മളൊക്കെ കുറേ കാലമായിട്ട് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകന്മാരാണ്. ഞങ്ങളാരും ഇത്തരം കാര്യങ്ങൾ, കാരണം എന്നോടൊപ്പം ഇപ്പോൾ ഇരിക്കുന്ന പല രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരുണ്ട്, നമ്മളൊക്കെ 100% മാനസികമായിട്ട് ഇതിനു വേണ്ടി തയ്യാറെടുത്തിട്ടാണ് ഈ പഠിക്കുക. അവിടെ രാഷ്ട്രീയം നമ്മളാരും കാണാറില്ല. ഇപ്പൊ ഞാൻ അവിടെ ഉണ്ടായിട്ടില്ല. ഞാൻ കോഴിക്കോടായിരുന്നു. ഞാൻ ഹോസ്പിറ്റൽ കേസുമായി ബന്ധപ്പെട്ട് അപ്പോഴേക്കുമാണ് ഈ 50 ലക്ഷം രൂപയുടെ ഫണ്ടിൻ്റെ വിഷയം പറഞ്ഞില്ല. തലേ ദിവസം മലപ്പുറത്ത് ഞാനും പ്രിൻസിപ്പളും HM ജില്ലാ പഞ്ചായത്ത് വിളിച്ച മീറ്റിങ്ങിന് പോയി. അവിടെ വെച്ച് ആ 50 ലക്ഷത്തിൻ്റെ ഇഷ്യൂസ് ഞാൻ പറയട്ടെ, തലേ ദിവസം അത് തീർക്കാം എന്ന് വെച്ചിട്ട് പോയതാണ്. പിറ്റേ ദിവസത്തേക്ക് വെച്ചു. അവിടുന്ന് തീരുമാനമാവാതായപ്പോൾ, കാരണം ഇത് ഡെപ്പോസിറ്റ് ചെയ്യൽ നിർബന്ധമെന്ന് പറഞ്ഞു. MLA പങ്കെടുത്തിട്ടുണ്ടായില്ല. അപ്പോൾ MLAയുടെ ഓഫീസിലേക്ക് വന്നു. ഞാൻ കോഴിക്കോട് നേരെ വരുന്ന MLAയുടെ ഓഫീസിലേക്കാണ്. MLAയുടെ ഓഫീസിൽ വന്നപ്പോൾ ഈ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി അടക്കം അവിടെ എല്ലാവരും റെഡിയാണ്. ഞാൻ ലേശം വൈകിട്ടാണ് എത്തിയത്, ഓടിയെത്താനുള്ള. അത് കഴിഞ്ഞതിന് ശേഷമാണ് അവിടുന്ന് എല്ലാവരും ഇങ്ങോട്ട് പോകുന്നത്. അപ്പോഴേക്കും ഇവിടെ കുട്ടികളൊക്കെ പോയിരുന്നു, MLA അടക്കം. പിറ്റേ ദിവസം നമ്മളിവിടെ വന്നു. കുട്ടികളുമായിട്ട് പിറ്റേന്ന് സംസാരിച്ചു. കുട്ടികളുമായിട്ട് PTA പ്രസിഡന്റ് സംസാരിക്കണമെന്ന് പറഞ്ഞു. അന്ന് ഇവിടുത്തെ TCV ആസാദ് അടക്കമുള്ള ആളുകളുണ്ടായിരുന്നു. മറ്റ് നിങ്ങളുണ്ടായിട്ടില്ല അന്ന്. അപ്പോൾ കുട്ടികളായിട്ട് സംസാരിച്ചു. പക്ഷെ കുട്ടികൾ പറഞ്ഞത് തലക്കാട് പഞ്ചായത്തിൽ നടക്കുന്ന മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷമേ ഞങ്ങൾ ഇവിടുന്ന് പിരിഞ്ഞു പോകുള്ളൂ, അതിൻ്റെ തീരുമാനം അറിഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഒരു മൈൻഡ് സെറ്റിൽ കുട്ടികൾ നിൽക്കുകയായിരുന്നു എന്നാണ് മനസ്സിലായി. ഞാൻ ഇപ്പോൾ സൂചിപ്പിച്ചത് അതൊക്കെ സാധാരണയാണ്. മുഖ്യധാര വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ഇത്തരം വിഷയങ്ങൾ കാണുമ്പോൾ ഇടപെടും. അതല്ലാത്ത ആരെങ്കിലും ഇടപെട്ടിട്ടുണ്ടോ എന്ന് സർക്കാർ അന്വേഷിക്കണം. പോലീസ് വന്നിട്ടുണ്ടാവാം, അന്വേഷിച്ചിട്ടുണ്ടാവാം. അവിടെ ആ സംഘർഷം ഉണ്ടായ സമയത്ത് പോലീസ് ഉണ്ടായിരുന്നു എന്നും DYSP ബന്ധപ്പെട്ട് അവിടുത്തെ സംഘർഷം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയെന്നും നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. മറ്റേത് നമ്മൾ ആ അറിവിൽ പെട്ടിട്ടില്ല. അത് നമ്മളോട് ചോദിച്ചിട്ടില്ല. ഇനിയിപ്പോൾ അധ്യാപകരോടും ചോദിച്ചിട്ടുണ്ടോയെന്നും അവരാരും നമ്മളോട് റിപ്പോർട്ട്. അതേക്കുറിച്ച് ഒരു രൂപ നമുക്കില്ല. എനിക്ക് തോന്നിയ കാര്യം നിങ്ങളെ ശ്രദ്ധപ്പെടുത്തി സർക്കാരിനോട് അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കഴിഞ്ഞ ഈ സംഘർഷം ഉണ്ടായതിന് ശേഷവും ഉണ്ടായ അന്നും ഒക്കെ ഇവിടെ എത്തിയിരുന്നു. വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്കൂളിൽ വന്നു. ഈ പുഴ വീഴുന്നതിന് മുമ്പ് ചോദിച്ചല്ലോ നിങ്ങൾ എന്തെങ്കിലും തീരുമാനം തോന്നുന്നു. പുഴുവിൻ്റെ കംപ്ലൈൻറ്റ് ടീച്ചേഴ്സ് പറഞ്ഞപ്പോൾ എക്സിക്യൂട്ടീവ് മീറ്റിങ്ങിൽ ഈ റൂമുകൾ സീലിംഗ് ചെയ്യാൻ വേണ്ടി എക്സിക്യൂട്ടീവ് തീരുമാനിക്കുകയും ഹയർ സെക്രട്ടറിൻ്റെ സ്റ്റാഫ് സെക്രട്ടറിയായ മഞ്ജരി ടീച്ചറെ ഇത് ചെയ്യാൻ വേണ്ടി അവരുടെ കീഴിൽ ആളുണ്ട് നമ്മൾ ഏർപ്പാടാക്കിയതാണ്. അതിനിടയിലാണ് ഈ വർഷത്തിന് പുഴുണ്ടായി ഒരാഴ്ച മുമ്പ്. പാറപ്പുറത്ത് ബാവഹാജി എന്ന ജീവകാരുണ്യ പ്രവർത്തകനാണ് 50 ലക്ഷം രൂപ സ്കൂളിന് കെട്ടിടം പണിയാൻ നൽകിയത്. കെട്ടിടം നിർമ്മിച്ചു നൽകാൻ ഇനി സർക്കാർ അനുമതി വേണമെന്നും MP മുഹമ്മദ് കോയ പറഞ്ഞു. പത്രസമ്മേളനത്തിൽ PTA വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അഷ്റഫ്, PTA കമ്മിറ്റി അംഗങ്ങളായ ഹംസ മദീന, K. സുരേഷ് എന്നിവർ പങ്കെടുത്തു. വെട്ട ന്യൂസ് തിരൂർ.